ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഹെയർ കെയർ ആയാലോ. ഇന്ന് സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റായി. ഫസ്റ്റ് ഹെയർ നന്നായിട്ട് കെട്ടിയിരുന്ന എല്ലാം ചീക്കി നല്ല ഉടക്കെടുത്തൊക്കെ വെച്ചിട്ട് ആവശ്യമുള്ള ഇലകൾ പറിക്കാനായിട്ട് ഞാൻ എൻ്റെ വലിയ ഗാർഡനിലേക്ക് പോയി. അവിടെ ഇല്ലാത്ത ഒരു സാധനമില്ല. മാങ്ങ, തേങ്ങ, ചക്ക എന്നിങ്ങനെ എല്ലാ സാധനങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഗാർഡൻ എന്ന് പറയണത്. പിന്നെ ഈ നമുക്കിതിൽ ആവശ്യമുള്ളത് നവരയില, ചെമ്പരത്തി ഇല, കറിവേപ്പില എന്നിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിതിന് ആവശ്യമുണ്ടായിരുന്നേ. എല്ലാം ഒന്ന് കഴുകി കുറച്ച് വെള്ളം എടുത്ത് അടിച്ച് റെഡിയാക്കി എടുക്കണം. എല്ലാം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഹൈ ലെവലിലിട്ട് അടിച്ച് നല്ല വെള്ളം പോലെ വരുമ്പോൾ ഒരു സ്ലൈം പോലത്തെ ഒരു ലുക്കിൽ കിട്ടുകയെ. അത് ഈ ചെമ്പരത്തിയിലയുടെ കറയാണ് സ്ലൈം പോലെ ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അതിനെ എടുത്ത് പാത്രത്തിനകത്ത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിതിനെ അരിച്ചെടുക്കണം. അതിനായിട്ടൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ആ കോട്ടൺ തുണിയിലോട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഇത് ഒരുമാതിരി ജെല്ലി പോലെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ വഴുതി പോകണം. എങ്ങനെയൊക്കെയും എനിക്ക് ആവശ്യമുള്ള അത്രയും ഞാൻ പിതുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കേണ്ടത്. പക്ഷേ എൻ്റെ കോക്കനട്ട് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാച്ചിയ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് ആ എമൗണ്ട് അനുസരിച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ നന്നായിട്ട് ഇതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കെട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ പോയിട്ട് വന്നതിന് ശേഷം ഇതിനെയൊക്കെ മാറ്റി നന്നായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം വന്നിട്ട് നന്നായിട്ട് ചീകിയൊക്കെ എടുക്കണം. എങ്കിലും അതിൻ്റെ ഇടയിലുള്ള ഈ ഇലയും തണ്ടും ഒക്കെ മുള്ളും ഒക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ. പിന്നെ നല്ല സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ഹെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലവ് യു, ബൈ.